ഇന്ത്യയുടെ ചോറ് തിന്ന് പിന്നെ തിന്ന ചോറിന് നന്ദിയില്ലാത്ത മാലിദ്വീപ്. ഇതാ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. മാലിദ്വീപ് ഇന്ത്യ കൈയടക്കുമോ? മാലിദ്വീപ് ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്ന വൻ നീക്കങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയെ പരസ്യമായി ലോകത്തിന് മുമ്പിൽ അപമാനിച്ച 3 മാലദ്വീപ് മന്ത്രിമാരുടെ പണി പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാലദ്വീപ് സർക്കാർ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളാണ് വരുന്നത്. മാലദ്വീപ് ഭയപ്പെടുന്നത് ഇന്ത്യ മാലദ്വീപിനെ പിടിച്ചെടുക്കും. മാലദ്വീപ് ഒരു സ്വതന്ത്രമായിട്ടുള്ള ദ്വീപ സമൂഹമാണ്. ഇന്ത്യയുമായി അധികാരം പങ്കിടുന്ന ഒരു രാജ്യമല്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ് മാലദ്വീപ്. ഈ മാലദ്വീപിനെ ഇന്ത്യ വിഴുങ്ങുന്നു, ഇന്ത്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നീക്കങ്ങളാണ് ഇത്തരം ആരോപണങ്ങളുടെയും ഭയാശങ്കകളുടെയും ഒക്കെ പിന്നിൽ. ഇന്ത്യ മാലദ്വീപിനെ വിഴുങ്ങും എന്നുള്ള ഭയാശങ്കകൾ മൂലം മാലദ്വീപിൻ്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കൂടുതലായിട്ട് ചൈനയോട് ആഭിമുഖ്യം പുലർത്തുകയും ചൈനീസ് സംസ്കാരവും അവരുടേതായിട്ടുള്ള രീതികളും പുലർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അതിനെ അംഗീകരിക്കുന്ന സനാതന ധർമ്മങ്ങളും മൂല്യങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഇസ്ലാമിക നേതാക്കൾ ഭയക്കുകയാണ്. പ്രധാനമായിട്ടും മാലദ്വീപിൽ ഇസ്ലാമികമായിട്ടുള്ള ആചാരങ്ങളും ക്രമീകരണങ്ങളുമാണ്. 67 സുൽത്താൻമാർ ഭരിച്ച ഒരു ദ്വീപ സമൂഹമാണ് മാലദ്വീപ്. പക്ഷേ ഒരു രാജ്യത്തെയും ഇന്ത്യ കീഴടക്കിയിട്ടില്ല. ഇന്ത്യക്ക് അർഹതപ്പെടാത്ത ഒരു മണ്ണ് പോലും ഇന്ത്യ തൊട്ടുനോക്കുകയോ നുള്ളുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് ചരിത്രത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. സനാതന ധർമ്മത്തിനും ഇന്ത്യക്കും ചരിത്രത്തിൽ നഷ്ടങ്ങളേ ഉള്ളൂ, വിട്ടുകൊടുക്കലേ ഉള്ളൂ. അത് പിടിച്ചെടുക്കലുകൾ ഇല്ല. പാകിസ്ഥാന് കൊടുത്തു, ചൈനയ്ക്ക് കൊടുത്തു അന്നത്തെ ഭരണാധികാരികൾ. അതൊന്നും പിടിച്ചെടുക്കുവാൻ പിന്നീട് സാധിച്ചില്ല. അന്നത്തെ ഭരണാധികാരികൾ അത് പിടിച്ചെടുക്കുന്ന മണ്ണ് ശത്രുവിനെ കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു കോൺഗ്രസിന്റെ നെഹ്റു അടക്കം ഉള്ളവർ. ഇപ്പോൾ മാലദ്വീപ് ഭയക്കുന്നത് ഇന്ത്യയുടെ ഭരണാധികാരികൾ മാലദ്വീപ് പിടിച്ചെടുക്കും. ലക്ഷദ്വീപിന് ശേഷം ലക്ഷദ്വീപിൽ നരേന്ദ്രമോദി ചെന്നതാണ് മാലദ്വീപിന്റെ വാലിന് തീ കൊളുത്തിയിരിക്കുന്നത്. ഇത് ചൈനയും അതുപോലെ അരുണാചൽ പ്രദേശും തമ്മിലുള്ള സംഘർഷത്തിന് തുല്യമാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചപ്പോൾ അരുണാചൽ പ്രദേശിൽ പോകുന്നതും അവിടെ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുന്നതും ചൈന വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അത്തരം നീക്കങ്ങൾക്കെതിരെ ചൈന വലിയ തോതിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ തലവനായി അധികാരം ഏറ്റെടുത്ത അന്നു മുതലാണ് അരുണാചൽ പ്രദേശിലേക്ക് ഒരു തുറസായ ഒരു പ്രവേശനം ഇന്ത്യക്ക് ലഭ്യമായത്. നരേന്ദ്രമോദി അവിടെ ചെല്ലും, പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യും, വൻകിട പദ്ധതികൾ അരുണാചലിൽ തുടങ്ങി. അതോടെ തന്നെ അരുണാചലിൽ മേലുള്ള ചൈനയുടെ കണ്ണിന് നേരെയുള്ള ഒരു ആക്രമണം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയത്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ദ്വീപാണ് ലക്ഷദ്വീപ്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാണ്. അവിടെ ചെന്നതാണ് ഇപ്പോൾ മാലദ്വീപിനെ പ്രകോപിപ്പിച്ചത്. മാലദ്വീപും ഇന്ത്യയും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വിഷയം അത് കേവലം ഒരു നീന്തൽ ജാക്കറ്റിന്റെ പ്രശ്നമല്ല. നരേന്ദ്രമോദിയെ ഒരു മതവർഗീയ തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരു വിഷയമല്ല. ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ ഭരണാധികാരി ചെന്നതിന് അവർക്ക് ഒരുപാട് തീപ്പൊള്ളലേറ്റ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിലെ 3 മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും നരേന്ദ്രമോദിയെ കോമാളിയെന്നും അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ എന്തിനു വന്നു, നിങ്ങളുടെ ആഗ്രഹമൊന്നും നടപ്പിലാക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല. പിന്നെ ആരാണ് ലക്ഷദ്വീപിലെ കാര്യങ്ങൾ നോക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം മണ്ണിൽ ചെന്നിറങ്ങിയപ്പോൾ വേദന കൊണ്ട് അസഹനീയമായ മാലദ്വീപിന്റെ മന്ത്രിമാർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെല്ലാം രാജിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കോമാളിയെന്നും അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ പ്രസ്താവനകളും ഇറക്കിയ മാലദ്വീപിന്റെ മന്ത്രിമാർ ഇപ്പോൾ പണി അവരുടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി തീപ്പൊരി സൃഷ്ടിച്ച 3 മന്ത്രിമാർ മാലദ്വീപ് സർക്കാരിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അയൽ രാജ്യമായ ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ രാജിയും മറ്റും. സർക്കാർ പദവിയിലിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇട്ടവരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാണ് അവിടുത്തെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മന്ത്രിമാരായ മറിയം ഷിയൂന, മൽഷ ഷെരീഫ്, മഖ്സൂം മജീദ്
എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. എല്ലാവരും മുസ്ലിങ്ങളാണ്, മുസ്ലിം തീവ്ര നിലപാടുകാരാണ്. മലേഷ്യയിലെ അവിടുത്തെ ഭരണാധികാരിയെ, പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന്റെ ചേഷ്ടകളും വേഷങ്ങളും ശരീര വെടിവുകളും എല്ലാം ഒരു ഇസ്ലാമിക് രീതിയിലാണ്. അതുപോലെ തന്നെ മാലദ്വീപ് ഒരിക്കലും ഒരു പൂർണ്ണ മതേതരത്വ രാജ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരമ്പരാഗതമായിട്ടുള്ള ഇസ്ലാമിക് രീതിയിലൂടെ മീശ പിടിച്ച് താടി നീട്ടി അതുപോലെ നെറ്റിയിൽ തഴമ്പുമായി നിൽക്കുന്ന ഒരു മാലദ്വീപ് ഭരണാധികാരി, ആ ഭരണാധികാരി അധികാരമേറ്റ ആ സമയം മുതൽ ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രതികരണവും തുടരുകയാണ്. സൈനികരെ പിൻവലിക്കണം എന്ന് പറയുകയാണ്. നമുക്ക് ഇവിടെ ഒരു കാര്യം പരാമർശിക്കേണ്ടതുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധ 1978 കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടങ്ങളിൽ മാലദ്വീപിൽ വലിയ അട്ടിമറികളുണ്ടായിരുന്നു. മാലദ്വീപിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുവാനുള്ള നീക്കമുണ്ടായിരുന്നു. അന്നത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നു. 1988 നവംബർ മാസം സായുധധാരികളായ ഒരു സംഘം അക്രമികൾ അവർ മാലദ്വീപിൽ കടന്നുകൂടുകയും ഒരു കപ്പലിലെത്തി മാലദ്വീപിന്റെ സർക്കാരിനെ പിടിച്ചെടുക്കുവാനുള്ള ശ്രമവും നടത്തി. ആ സമയത്ത് കരഞ്ഞ് കാറി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മന്ത്രിസഭയോട് മാലദ്വീപ് പറഞ്ഞു, സഹായിക്കണേ സഹായിക്കണേ എന്ന്. മയൂഖിമിന്റെ സഹായാഭ്യർത്ഥന, അന്നത്തെ മാലദ്വീപിന്റെ ഭരണാധികാരി മയൂഖിം ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹായ അഭ്യർത്ഥന രാജീവ് ഗാന്ധി ചെവിക്കൊള്ളുകയും 1600 ഇന്ത്യൻ സൈനികരെയും ഇന്ത്യൻ നേവിയുടെ കമാൻഡോകളെയും വിമാനമാർഗം മാലിയിൽ എത്തിക്കുകയായിരുന്നു. മലയാളികൾക്ക് മറക്കുവാൻ സാധിക്കില്ല. അവർ പോയത്, ഇന്ത്യയുടെ ഈ 1600-ലധികം സൈനികരും കമാൻഡോകളും പോയത് തിരുവനന്തപുരം വഴിയായിരുന്നു. പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം വിമാനത്താവളം അടയ്ക്കുന്നു, അവിടെ സൈനിക വിമാനത്താവളമാക്കുന്നു. സൈനിക വിമാനങ്ങൾ അവിടെ ഇറങ്ങുന്നു. അവിടെ ഇന്ത്യൻ സൈനികർ തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നു. ഒരു യുദ്ധകാല നീക്കങ്ങൾ തന്നെ അവിടെ നടക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ നിരവധി സൈനികർ ഭക്ഷണം കഴിക്കുന്നു. അവർ മിനിറ്റുകൾക്കുള്ളിൽ ഭക്ഷണത്തിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മാലദ്വീപിലേക്ക് കുതിക്കുന്നു. ഈ ദൗത്യത്തിൽ ഏറ്റുമുട്ടലിൽ 19 പേരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയായിരുന്നു. അന്നത്തെ മാലദ്വീപിന്റെ ജനാധിപത്യവും മാലദ്വീപ് സർക്കാരിനെയും നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയാണ് ശ്രമിച്ചത്. ഈ ഏറ്റുമുട്ടലിൽ ബന്ദികളാക്കപ്പെട്ട 19 പേരെ കൊന്നൊടുക്കി ഇന്ത്യൻ സൈന്യം. ഇവർ ശ്രീലങ്കയിൽ നിന്നും കടന്നുകൂടിയ ഭീകരന്മാരായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും കടന്നുകൂടിയ ഒരു കപ്പലിലെത്തിയ ഭീകരന്മാർ, തോക്കുധാരികളായ ഇവർ അന്നത്തെ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു. ആ നീക്കം ഇന്ത്യൻ സൈന്യം തടുക്കുകയായിരുന്നു. ഈ നന്ദിയൊന്നും ഇപ്പോൾ മാലദ്വീപിനില്ല. മാലദ്വീപ് ഇന്നത്തെ അവസ്ഥയിൽ നിലകൊള്ളുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏക കാരണക്കാർ 1998 ഇന്ത്യയിൽ നിന്നും പോയ സൈനികരുടെ കമാൻഡോകളായിരുന്നു. 1600ഓളം സൈനികരുടെ നീക്കമായിരുന്നു ഇന്നത്തെ ഈ രീതിയിൽ മാലദ്വീപ് നിലനിൽക്കുവാനുള്ള കാരണം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ അവഹേളിക്കുകയാണ് നരേന്ദ്രമോദിയെ. ലക്ഷദ്വീപിൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങളുടെ ആഗ്രഹമൊന്നും ലക്ഷദ്വീപിൽ നടക്കുകയില്ല. ലക്ഷദ്വീപിന് ശേഷം മാലദ്വീപ് എന്നുള്ള നിങ്ങളുടെ തീരുമാനവും നടക്കില്ല. നിങ്ങൾ കോമാളിയാണ്. നിങ്ങൾ ലൈഫ് ജാക്കറ്റും ഇട്ട് നീന്താൻ പോകുന്നു, സ്കൂബയ്ക്ക് പോകുന്നു, കടലിന്റെ അടിയിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് പോകുന്നത്. നിങ്ങൾ കോമാളിയാണ് എന്നുള്ള രീതിയിലുള്ള മാലദ്വീപ് മന്ത്രിയുടെ പ്രസ്താവനയിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യ രാജ്യത്തെ 96 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഒരു ഭരണപ്രദേശത്തിന്റെ ഭാഗമാണ് ലക്ഷദ്വീപ്. ഇന്ത്യക്ക് 96 ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷദ്വീപ്. അവിടെ പ്രധാനമന്ത്രി ചെന്നപ്പോഴാണ് മാലദ്വീപ് സർക്കാരിന് തീ പിടിച്ചത്. ഇപ്പോൾ മാലദ്വീപിന്റെ എല്ലാ തീയും കെട്ടു. ഇന്ത്യ ഇടഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമാണ് മാലദ്വീപിന്. മാലദ്വീപ് എന്ന ഈ ദ്വീപ സമൂഹം പിന്നെയില്ല. കടൽ കൊള്ളക്കാർക്ക് കയറി നിറങ്ങാനുള്ള ഒരു വേദി തന്നെയാകും. ഒരിക്കൽ കടൽ കൊള്ളക്കാർ കയറി നിറങ്ങിയപ്പോൾ ആ സമയത്ത് 1600ഓളം ഇന്ത്യൻ സൈനികരെ വിട്ട് മാലദ്വീപിനെ രക്ഷിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ആ നന്ദിയൊന്നും ഇപ്പോൾ ഈ രാജ്യം കാണിക്കുന്നില്ല. മീശ വടിച്ച് താടി നീട്ടി മുസ്ലിം രീതിയിലുള്ള പരമ്പരാഗത വേഷത്തിൽ നിൽക്കുന്ന പുതിയ മാലദ്വീപിന്റെ ഭരണാധികാരികൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലായി.
3 മന്ത്രിമാരെ വെറും മിനിറ്റുകൾ കൊണ്ട് എടുത്ത് ദൂരെ എറിഞ്ഞു ഇന്ത്യയുടെ പ്രതിഷേധം. ഇന്ത്യക്ക് പകരം മാലദ്വീപിൽ ചൈനയ്ക്ക് ഒന്നും ചെയ്യാനാവുകയില്ല എന്ന് ഇപ്പോൾ മാലദ്വീപിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ശക്തിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വീണ്ടും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ, പ്രധാനമന്ത്രിയുടെ വലിയ തലയെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചയാകുന്നത്. മാലദ്വീപ് കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ 3 മന്ത്രിമാരെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എടുത്തു വലിച്ച് ദൂരെ എറിയുവാൻ ഇന്ത്യയുടെ നയതന്ത്ര ശക്തിക്ക് സാധിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.